കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധം ശക്തമാകുന്നു. ഹൈവേ സംരക്ഷണ സമിതി ഇടുക്കി അടിമാലിയിൽ ദേശീയപാത ഉപരോധിക്കുകയാണ്. പോലീസ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുന്നു. ദൃശ്യങ്ങളിലേക്ക്. ആൽവിൻ തോമസ് വിവരങ്ങളുമായി സംഭവ സ്ഥലത്ത് ചേരുന്നുണ്ട്. ആൽവിൻ, ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? സേതു, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് ഒരു മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള ആളുകളാണ് ഈ പ്രതിഷേധം തീർക്കുന്നത്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് നേരിമംഗലം മുതൽ വാളറ വരെയുള്ള കൊച്ചി ധനുഷ്കോടി ദേശീയപാത, ആ പാതയിലെ ഫോറസ്റ്റ് വനം വകുപ്പിന്റെ ഇടപെടൽ കൊണ്ട് അത് വനഭൂമിയാണ് എന്നതുകൊണ്ട് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം കഴിഞ്ഞ 2-3 മാസക്കാലമായി മുടങ്ങിക്കിടക്കുകയാണ്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇവർ തീർക്കുന്നത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി പല സമര പരിപാടികളും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഇവർ നടത്തിയിരുന്നു. ദേശീയപാത സംരക്ഷണ സമിതി ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. നാഷണൽ ഹൈവേ 85 അടിമാലിയിലാണ് ഈ റോഡ് ഉപരോധം നടക്കുന്നത്. വലിയ റോഡ് ഉപരോധമാണ് ഇവിടെ ഉണ്ടായത്. അല്പം മുമ്പ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ പ്രവർത്തകർക്ക് മുമ്പിലേക്ക് ഫോറസ്റ്റിന്റെ ഒരു വാഹനം വരുമ്പോൾ വീണ്ടും ആ വാഹനം തടഞ്ഞു നിർത്തി. പ്രവർത്തകർ ആ വാഹനം തടഞ്ഞു നിർത്തി. ആ വാഹനം പിന്നോട്ടേക്ക് എടുപ്പിക്കുകയാണ്. വലിയ തോതിലുള്ള സംഘർഷം അല്പം മുമ്പ് ഉണ്ടായിരുന്നു. പോലീസുകാരുമായി പ്രവർത്തകർ ഉന്തും തള്ളും വരെ ഉണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിലേക്ക് നീക്കുമ്പോൾ പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് തീർത്തത്. ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ദേശീയപാത ഉപരോധം നടക്കുകയാണ്. അടിമാലിയിലാണ് ഈ ഉപരോധം അവർ നടത്തുന്നത്. നാളെ ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്നുണ്ട്. അവിടെ സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം കൊടുക്കണം, വനഭൂമി അല്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചില്ല എങ്കിൽ വലിയ സമരപരിപാടികളിലേക്ക് പോകും എന്നുള്ളതാണ് അവർ പറയുന്നത്. നാളെയാണ് സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ഹൈക്കോടതിയിലാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം കൊടുക്കേണ്ടത്. ഈ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശം അത് വനഭൂമി അല്ല എന്നത് സർക്കാർ സത്യവാങ്മൂലം തിരുത്തി നൽകണമെന്നുള്ളതാണ് ആവശ്യം. മുമ്പ് അത്തരത്തിൽ വനഭൂമിയാണ് എന്നുള്ള ഒരു സത്യവാങ്മൂലം നൽകിയതിനെ തുടർന്നാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണം കഴിഞ്ഞ 3 മാസക്കാലമായി അത് മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അല്പം മുമ്പ് വീണ്ടും വലിയ പ്രതിഷേധമായിരുന്നു. ഫോറസ്റ്റ് വാഹനം തടഞ്ഞു നിർത്തി വലിയ പ്രതിഷേധം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആളുകൾ ആ പ്രതിഷേധം തീർത്തുകൊണ്ട് പോലീസ് അവിടെ നിന്ന് ആ വാഹനം രക്ഷപ്പെടുത്തി മാറ്റുകയായിരുന്നു. സേതു, ആൽവിൻ, നേരത്തെ കോടതിയിൽ നിന്ന് നിർമ്മാണത്തിന് അനുകൂലമായി സർക്കാർ സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ അവിടെ രൂക്ഷമായ സമരമെന്ന് പ്രതിഷേധക്കാർ നേരത്തെയും പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ഈ ചീഫ് സെക്രട്ടറി നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ വാക്കാൽ അറിയിച്ചിരുന്നു. എന്നാൽ അത് വാക്കാൽ അറിയിച്ചാൽ പോരാ, സത്യവാങ്മൂലം നൽകണമെന്നായിരുന്നു അന്ന് കോടതി ചീഫ് സെക്രട്ടറിയോട് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിലൊരു നീക്കം നാളെ നടക്കുമെന്ന് കരുതുന്നുണ്ടോ? സേതു, അത്തരമൊരു ആവശ്യമാണ് ഈ സമരക്കാർ ഉന്നയിക്കുന്നത്. കാര്യം മുമ്പ് കേസ് കോടതിയിലെടുത്തപ്പോൾ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു സത്യവാങ്മൂലം നൽകിയത്. ആ അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിൽ അത് വനഭൂമിയാണ് എന്ന തരത്തിലാണ് കാണിച്ചിരുന്നത്. അതാണ് വലിയ കുഴപ്പത്തിലേക്ക് നീങ്ങുന്നത്. പിന്നീട് ഹൈക്കോടതി ഈ നിർമ്മാണം തടയുകയായിരുന്നു. ദേശീയപാത റോഡ് നിർമ്മാണം തടയുകയായിരുന്നു. നേരിമംഗലം മുതൽ വാളറ വരെയുള്ള റോഡ് നിർമ്മാണമാണ് തടഞ്ഞത്. അതേ തുടർന്നാണ് ഈ സമരപരിപാടികളുമായി ഇപ്പോൾ ദേശീയപാത സംരക്ഷണ സമിതി മുന്നിട്ടിറങ്ങിയത്. പല സമരങ്ങളും അവർ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി നാളെ ഈ കേസ് ഹൈക്കോടതിയിൽ എടുക്കുമ്പോൾ സത്യവാങ്മൂലം തിരുത്തി നൽകിയില്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും രൂപം കൊടുക്കുമെന്നുള്ളതാണ് അവർ പറയുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് ഏതാണ്ട് 1 മണിക്കൂർ നേരം ദേശീയപാത അടിമാലിയിൽ ഉപരോധിച്ചുകൊണ്ടാണ് ദേശീയപാത സംരക്ഷണ സമിതി ഈ പ്രതിഷേധം തീർക്കുന്നത്. സേതു, ഓക്കെ, ആൽവിനാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം തടഞ്ഞുള്ള ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധം അവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ഒരു സംഘർഷ സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ചെറിയ പ്രതിഷേധമൊക്കെയും നിലനിൽക്കുന്നു. പോലീസ് വാഹനങ്ങളിൽ പ്രതിഷേധക്കാർ അടിക്കുകയും ഇടിക്കുകയും ഒക്കെ ചെയ്യുന്നതും വാഹനത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്.